ഏഴാമത്തെ ക്ലാസ്സാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എസെൻഷ്യൽസ് ഓഫ് വാലിഡ് കോൺട്രാക്റ്റിൻ്റെ ഒരു പോർഷനാണ്. ഇനി നമുക്ക് അതിൻ്റെ ബാക്കി ഭാഗം പഠിക്കണം. അതായത് വി ഹാവ് കവേർഡ് അപ് ടു ദ തേർഡ് പോയിന്റ് ഓഫ് എസെൻഷ്യൽസ് ഓഫ് വാലിഡ് കോൺട്രാക്ട്. Today we have to analyze the remaining portions, that is from competency. You see, what is competency or capacity? കോമ്പിറ്റൻസിക്ക് നമ്മൾ പറയുന്ന വേറൊരു പേരാണ് കപ്പാസിറ്റി എന്നുള്ളത്. എന്താണ് കപ്പാസിറ്റി അല്ലെങ്കിൽ എന്താണ് കോമ്പിറ്റൻസി? നമ്മൾ ആദ്യമേ എഴുതേണ്ട സെന്റൻസ്, ദ പാർട്ടീസ് ടു ദ കോൺട്രാക്ട് മസ്റ്റ് ബി കോമ്പിറ്റന്റ് ടു കോൺട്രാക്ട്. ഒന്നുകൂടി പറയാം, the parties to the contract must be competent to contract. അതാണ് ആദ്യം എഴുതേണ്ട സെന്റൻസ്. അതിനുശേഷം നമ്മൾ നിർവചനമാണ് എഴുതേണ്ടത്, ഡെഫിനിഷൻ. ആസ് പെർ സെക്ഷൻ 11, every person is said to competent to contract if he is a major. മേജർ എന്നാൽ പ്രായപൂർത്തിയായവൻ, 18 വയസ്സ് പ്രായം തികഞ്ഞവൻ. ഇവിടെ പറഞ്ഞിരിക്കുന്നു അക്കോർഡിംഗ് ടു ദ ലോ ടു വിച്ച് ഹി ഈസ് സബ്ജക്റ്റ്. ഏതൊരു നിയമവുമായി ബന്ധപ്പെട്ട ഒരു ഉടമ്പടിയിലാണോ അവൻ ഏർപ്പെടുന്നത്, ആ നിയമപ്രകാരം അയാൾ കോമ്പീറ്റന്റ് ആയിരിക്കണം, അഥവാ മേജർ ആയിരിക്കണം. അപ്പൊ നമ്മൾ പറയുക, സാധാരണ ഒരു ഇടപാടിൽ നമുക്ക് മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം ലൈസൻസ് എടുക്കണം. അവിടെ 18 വയസ്സ് പൂർത്തീകരിച്ചിരിക്കണം. അപ്പോൾ മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരമുള്ള അല്ലെങ്കിൽ വസ്തു പ്രമാണ റവന്യൂ ആക്ട് പ്രകാരം ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ അവന് 18 വയസ്സ് പൂർത്തീകരിച്ചിരിക്കണം. അപ്പോൾ അവൻ കോമ്പീറ്റന്റ് ആവും. എന്നാൽ നമ്മൾ പറയുക, ഒരു പുരുഷൻ അല്ലെങ്കിൽ ആണ് 18 വയസ്സ് പൂർത്തീകരിച്ചാലും പ്രായപൂർത്തിയാകുന്നില്ലല്ലോ വിവാഹത്തെ സംബന്ധിച്ചിടത്തോളം. നമ്മുടെ ഇപ്പോഴത്തെ നിയമം അനുസരിച്ചിട്ട് 18 വയസ്സ് എന്നത് വന്നിട്ടില്ല. പുരുഷന് 21 വയസ്സാകണമെന്നുള്ളതാണ് ഇതുവരെയുള്ള നിയമം. അപ്പൊ 21 വയസ്സാകാതെ വിവാഹത്തിന് പറ്റില്ല. വേറെയും 2-3 എക്സെപ്ഷൻസ് ഉണ്ട്, അത് നമുക്ക് വഴിയെ പഠിക്കാം. ഇപ്പൊ അത് മനസ്സിലാക്കേണ്ട കാര്യമില്ല. ഇപ്പൊ തൽക്കാലം ഇങ്ങനെ മനസ്സിലാക്കുക, ഹു ഈസ് എ മേജർ അക്കോർഡിംഗ് ടു ദ ലോ ടു വിച്ച് ഹി ഈസ് സബ്ജക്റ്റ്. ഒരു ഭാഗമായി. രണ്ടാമത് പറഞ്ഞ ഹു ഈസ് സൗണ്ട്. സൗണ്ട് എന്ന് പറഞ്ഞാൽ മാനസിക ബുദ്ധി ക്ഷമത എന്നാണ് അർത്ഥം. അതായത് വിവേചന ബുദ്ധിയുള്ള സാമാന്യ വിവേകിയായ മനുഷ്യൻ എന്നർത്ഥം. മനോരോഗമില്ലാത്തവൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി അത്രയേ ഉള്ളൂ. ആൻഡ് നോട്ട് ഡിസ്ക്വാളിഫൈഡ് ഫ്രം കോൺട്രാക്ടിങ് അക്കോർഡിംഗ് ടു ദ ലോ ടു വിച്ച് ഹി ഈസ് സബ്ജക്റ്റ്. ഇനി മൂന്നാമത് പറയുന്നത്, ഏതൊരു നിയമവുമായി അവൻ ബന്ധപ്പെടുന്നു ആ നിയമപ്രകാരം അയോഗ്യപ്പെടുത്തപ്പെട്ടവനാകരുത്. അയോഗ്യപ്പെടുത്തപ്പെടുക എന്ന് പറഞ്ഞാൽ പാപ്പരാകുക, വിദേശ ശത്രുവാകുക, കോടതിയുടെ നിയന്ത്രണത്തില് അല്ലെങ്കിൽ കോടതിയുടെ നിർദ്ദേശപ്രകാരം കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതിനെ അയോഗ്യപ്പെടുത്തുക, ഇതൊക്കെയാണ് അവിടെ പറയുന്ന കാര്യം. അത്രയേ ഉള്ളൂ. അപ്പൊ കാര്യങ്ങൾ ഇത്രയും പൂർണ്ണമായി. ഇനി അതിന്റെ നിർവചനം ഒരിക്കൽ കൂടി പറയും, ശ്രദ്ധിച്ചിരിക്കുക. അക്കോർഡിംഗ് ടു സെക്ഷൻ 11, every person is said to competent to contract if he is a major according to the law to which he is subject, who is sound and not disqualified from contracting according to the law to which he is subject. അപ്പോൾ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാനുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ യോഗ്യത എന്ന് പറഞ്ഞാൽ അവൻ പ്രായപൂർത്തിയായിരിക്കണം, മാനസിക അസ്വസ്ഥതയുള്ളവനായിരിക്കരുത്, മറ്റ് ഏതെങ്കിലും നിയമപ്രകാരം കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതിന് വിലക്ക് കൽപ്പിക്കപ്പെട്ടവൻ ആയിരിക്കരുത്. അതാണ് കോമ്പിറ്റൻസി അഥവാ കപ്പാസിറ്റി. ഇനി ലോഫുൾ ഒബ്ജക്റ്റ്. അടുത്ത് നമ്മൾ പറയുന്നത് ലോഫുൾ ഒബ്ജക്റ്റ്. ദി ഒബ്ജക്റ്റ് ഓഫ് ദ കോൺട്രാക്ട് ഫോർ വിച്ച് പാർട്ടീസ് എൻറ്റേർഡ് ഇൻടു മസ്റ്റ് ബി ലോഫുൾ. ഇത്രയേ ഉള്ളൂ. The object of the contract for which parties entered into must be lawful. ഏതൊരു കോൺട്രാക്റ്റിൽ ഏതൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണോ പാർട്ടികൾ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ടുള്ളത് ആ ഉദ്ദേശം നിയമസാധുതയുള്ളതായിരിക്കണം. അത്രയേ ഉള്ളൂ നിങ്ങൾ പറയേണ്ടതുള്ളൂ. ദി ഒബ്ജക്റ്റ് ഓഫ് ദ കോൺട്രാക്ട് ഫോർ വിച്ച് പാർട്ടീസ് എൻറ്റേർഡ് ഇൻടു മസ്റ്റ് ബി ലോഫുൾ. ഓക്കെ. അതിനുശേഷം പറയേണ്ട ലോഫുൾ കൺസിഡറേഷൻ.
കൺസിഡറേഷൻ ഈസ് എ ടേം യൂസ്ഡ് ഇൻ ദ സെൻസ് ഓഫ് ക്വിഡ് പ്രോ ക്വോ. നോക്കൂ ഇവിടെ QUID PRO QUO. അപ്പൊ എങ്ങനെ നിർവചനം പറയണം? ലോഫുൾ കൺസിഡറേഷൻ എന്നാ പറയേണ്ടത്. ആദ്യം നമ്മൾ പറയേണ്ടത് ദ കൺസിഡറേഷൻ ഇൻ എ കോൺട്രാക്ട് മസ്റ്റ് ബി ലോഫുൾ. ദ കൺസിഡറേഷൻ ഇൻ എ കോൺട്രാക്ട് മസ്റ്റ് ബി ലോഫുൾ. അതിനുശേഷം നമ്മൾ പറയണം ദ ടേം കൺസിഡറേഷൻ ഈസ് യൂസ്ഡ് ഇൻ ദ സെൻസ് ഓഫ് ക്വിഡ് പ്രോ ക്വോ. Quid pro quo means something in return. അപ്പൊ ക്വിഡ് പ്രോ ക്വോയുടെ അർത്ഥം എന്താ? പകരം എന്തെങ്കിലും. ഞാൻ നിനക്ക് ഒരു പേന തന്നാൽ നീ എനിക്ക് അതിന്റെ വിലയായി 10 രൂപ തരിക, അല്ലെങ്കിൽ മറ്റൊരു പേന തരിക, അല്ലെങ്കിൽ മറ്റൊരു വസ്തു തരിക. അപ്പോൾ അതിനെ ക്വിഡ് പ്രോ ക്വോ അല്ലെങ്കിൽ സംതിങ് ഇൻ റിട്ടേൺ എന്ന് പറയും. ഇനി നമ്മൾ നോക്കിക്കേ, എന്താണ് ഈ സംതിങ്? ഇറ്റ് മേ ബി എനി ഓർ സം ആൻഡ് cannot be totally absent. ഈ സംതിങ് എന്ന് പറയുന്നത് എന്തെങ്കിലും ആയിരുന്നാൽ മതി, ഇന്നത് തന്നെ വേണമെന്നില്ല. ബട്ട് cannot be totally absent. അതായത് നമുക്ക് പറയാം 10,000 രൂപ വിലയുള്ള ഒരു വസ്തു ഞാൻ 1000 രൂപയ്ക്ക് വിൽക്കുക. വാങ്ങിയവന് വിരോധമില്ല, വിറ്റ എനിക്കും വിരോധമില്ല, നിയമത്തിന് വിരോധമില്ല. അപ്പൊ അത് നിയമസാധ്യതയുണ്ട്. പക്ഷേ ഈ 10,000 രൂപ വിലയുള്ള സാധനം ഞാൻ 1000 രൂപയ്ക്ക് വിറ്റപ്പോൾ എന്നെ ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദത്തിന് വിധേയമാക്കിയിട്ടാണ് ഞാൻ ആ 1000 രൂപ മതി എന്ന് പറഞ്ഞതെങ്കിൽ അത് വാലിഡ് ആവില്ല. അത് നമുക്ക് പിന്നെ പഠിക്കാം. അവിടെ ഫ്രോഡ് ഉണ്ടാവും, അത് വിട്ടേര്. അപ്പൊ നോക്കിയേ, ക്വിഡ് പ്രോ ക്വോ ഈസ് യൂസ്ഡ് ഇൻ ദ സെൻസ് ഓഫ് സംതിങ് ഇൻ റിട്ടേൺ. അല്ലെങ്കിൽ ഇങ്ങനെ പറയണം, കൺസിഡറേഷൻ ഈസ് എ ടേം യൂസ്ഡ് ഇൻ ദ സെൻസ് ഓഫ് ക്വിഡ് പ്രോ ക്വോ വിച്ച് മീൻസ് സംതിങ് ഇൻ റിട്ടേൺ. ഇറ്റ് മേ ബി എനി ഓർ സം ആൻഡ് cannot be totally absent. ഇത്രയും പറഞ്ഞാൽ കൺസിഡറേഷനുമായി. പക്ഷെ കൺസിഡറേഷൻ നിർവചനം നമുക്ക് പഠിക്കാനുണ്ട് പിന്നീട്. ഇത് പരീക്ഷയ്ക്ക് എസ്സേ ആയിട്ട് ചോദിക്കുമ്പോൾ കൺസിഡറേഷൻ നിർവചനാദി കാര്യങ്ങൾ എഴുതേണ്ടതാണ്. കൺസിഡറേഷന്റെ പാഠം പഠിക്കുമ്പോഴാണ് നമ്മൾ കൺസിഡറേഷന്റെ നിർവചനവും കാര്യങ്ങളൊക്കെ പഠിക്കുക. ഇപ്പോൾ അത് പഠിച്ചു വെക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ ഈ മീനിങ് മാത്രം പറഞ്ഞാൽ മതി. കൺസിഡറേഷൻ ഈസ് ദ വെരി എസെൻഷ്യൽ എലമെന്റ് ഓഫ് മേക്കിംഗ് എ കോൺട്രാക്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ സെൻസ് ഓഫ് ക്വിഡ് പ്രോ ക്വോ. Quid pro quo means something in return. It may be any or some and cannot be totally absent. തീർന്നു. കൺസിഡറേഷന്റെ ഭാഗം മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ എഴുതേണ്ടത് നോട്ട് എക്സ്പ്രസ്ലി ഡിക്ലെയർഡ് ആസ് വോയിഡ്. നോട്ട് എക്സ്പ്രസ്ലി ഡിക്ലെയർ എ കോൺട്രാക്ട് cannot be said to be void in the first instance. പ്രഥമ ദൃഷ്ട്യാ തന്നെ ഒരു എഗ്രിമെന്റ് വോയിഡ് ആണെന്ന് പറയരുത്. നിയമസാധുത ഇല്ലാത്തതാണെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ പറയാ കോൺട്രാക്ട് വിത്ത് മൈനർ, കൺസിഡറേഷൻ ഇൻസഫിഷ്യന്റ് ആണ്, ഡേറ്റ് ബാർഡ് ആണ്, അഥവാ കാലഹരണപ്പെട്ടതാണ്, ഡേറ്റ് പതിപ്പിക്കാത്തതാണ്, സൈൻ ചെയ്യാത്തതാണ്. ഇങ്ങനെയൊക്കെ പറയുന്ന കോൺട്രാക്റ്റുകളൊക്കെയാണ്, ഇങ്ങനെയൊക്കെ പറയുന്ന സാഹചര്യത്തിലാണ് എക്സ്പ്രസ്ലി ഡിക്ലെയർഡ് ടു ബി വോയിഡ്. അപ്പൊ ഡേറ്റ് പതിപ്പിക്കേണ്ടടുത്ത് ഡേറ്റ് പതിപ്പിച്ചില്ല, വോയിഡായി. അപ്പൊ അതുപോലെ കാലഹരണപ്പെട്ടു എന്നർത്ഥം. സൈൻ ചെയ്യേണ്ടടുത്ത് സൈൻ ചെയ്തില്ല. അങ്ങനെ വരുന്ന കാര്യങ്ങളെ നമുക്ക് എക്സ്പ്രസ്ലി ഡിക്ലെയർഡ് ആസ് വോയിഡ് എന്ന് പറയാം. അപ്പോൾ എ കോൺട്രാക്ട് cannot be said expressly declared to be void and an agreement is said to be expressly declared to be void if it is made with a minor, if it is a contract made without mentioning the date, signature, something like that, etc. That's all. അത് വലിയ പ്രാധാന്യമുള്ള കാര്യമൊന്നുമല്ല. അടുത്ത് നമ്മൾ പറഞ്ഞ സെർട്ടിനിറ്റി എന്നാണ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. An agreement made by the parties must be for a certain and for a definite thing. വളരെ കൃത്യതയുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കണം കോൺട്രാക്റ്റിൽ ഏർപ്പെടേണ്ടത്. A contract or an agreement made by the parties must be for a certain and for a definite thing. And if it is made for an uncertain thing, the agreement is void. നേരെ ഓപ്പോസിറ്റ് പറഞ്ഞാൽ മതി.
An agreement must be made for a certain and definite thing. And an agreement made for an uncertain thing is void. അതിൻ്റെ എക്സാമ്പിൾ നമ്മൾ പറയണം. A check is drawn. എക്സിന്റെ പേരിൽ വൈ ഒരു ചെക്ക് എഴുതിയിട്ട് അതിന്മേൽ എഴുതിയിരിക്കുന്ന എമൗണ്ട് ആസ് മച്ച് ഹി ഡിമാൻഡ്സ് എന്നാണ്. എമൗണ്ടിന്റെ തലത്തിൽ നമ്മൾ പറയുന്നത് സർട്ടനിറ്റി 10,000 rupees, 199.9, ഇതൊക്കെ പറയണൊക്കെ സർട്ടനാണ്. ഇതിനകത്ത് എങ്ങനെ എമൗണ്ട് എഴുതിയാലും സർട്ടനാണ്. പക്ഷേ ആസ് മച്ച് ഹി ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ അവിടെ സർട്ടനിറ്റി ഇല്ല. വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് ദി ആർട്ടിക്കിൾ? ഇതിന് എന്ത് വിലയാ? എന്തെങ്കിലും കൊടുക്കൂ. ആസ് യു ലൈക്ക്, ഇത് പറയുന്നത് സർട്ടനിറ്റി അല്ല. അപ്പൊ അങ്ങനെ ആവരുത്, സർട്ടൻ ആയിരിക്കണം. നീ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ പ്രോമിസർ ആയിട്ടുള്ള വ്യക്തി എന്താണ് ചെയ്യേണ്ടതെന്ന് പ്രോമിസറും പ്രോമിസി എന്താ ചെയ്യേണ്ടതെന്ന് പ്രോമിസിക്കും മനസ്സിലാക്കിയാൽ മാത്രമേ അവിടെ ഒരു സർട്ടനിറ്റി ഉണ്ടാവുന്നുള്ളൂ. അടുത്തത് പോസിബിലിറ്റി. എന്താ പോസിബിലിറ്റി? ചെയ്യാൻ സാധ്യമായ കാര്യം മാത്രമേ പറയാൻ പാടുള്ളൂ. എ പ്രോമിസ് മെയ്ഡ് ഫോർ ആൻ ഇമ്പോസിബിൾ തിങ് ഇറ്റ് സെൽഫ് ഈസ് വോയിഡ്. ലെറ്റ്സ് ഗോ വിത്ത് അത് ഇമ്പോസിബിലിയ. അത് പിന്നെ പഠിക്കാം. അസാധ്യമായ കാര്യം ചെയ്യാമെന്ന പ്രോമിസ് തന്നെ വോയിഡാണ്. എ പ്രോമിസ് മെയ്ഡ് ബൈ ദ പാർട്ടീസ് മസ്റ്റ് ബി കേപ്പബിൾ ഓഫ് പെർഫോമിങ് ഇറ്റ്. ദ പെർഫോമൻസ് ഓഫ്, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ മതി, ദ പെർഫോമൻസ് ഓർ ദ ഒബ്ലിഗേഷൻ ഓഫ് ദ പാർട്ടീസ് മസ്റ്റ് ബി കേപ്പബിൾ ഓഫ് പെർഫോമിങ്. Possibility of performing is essential. A promise for the performance of an impossible act is void. A promise for the performance of an impossible act. Act means pravarti. Is void. അസാധ്യമായ കാര്യം ചെയ്യാമെന്ന പ്രോമിസ് വോയിഡ് ആണ്. അപ്പോൾ പോസിബിലിറ്റി ഉണ്ടായിരിക്കണം. ചെയ്യാൻ പറ്റാത്ത കാര്യം ചെയ്യാൻ പറ്റില്ല. എ പ്രോമിസ് ടു ഗീവ് ട്രഷർ ഓൺ വൺസ് മാജിക്കൽ പവർ. ഒരാളുടെ മാന്ത്രിക ശേഷിയിൽ നിധി നൽകാം എന്ന പ്രോമിസ് സാധ്യമല്ല, അസാധ്യമാണ്. ആ കോൺട്രാക്ട് വോയിഡാണ്. ഇത്രയാണ് നമുക്ക് ബാക്കിയുള്ള ഭാഗം. ഈ 9 ഭാഗം കൂടി ചേർത്ത് വരുമ്പോൾ നമ്മുടെ എസെൻഷ്യൽസ് ഓഫ് വാലിഡ് കോൺട്രാക്ട് എന്നത് പൂർണ്ണമാകും. ഈ 9 പോയിന്റ് നമ്മളിപ്പോൾ പഠിച്ചതുപോലെ തന്നെ നിങ്ങൾ പഠിച്ച് പരീക്ഷയ്ക്ക് എഴുതിയാൽ അത് 5 മാർക്കിനുള്ള ഉത്തരമാണ്. എന്നാൽ എസ്സേ ആയിട്ട് വരുമ്പോൾ നമുക്കിവിടെ പലതിനും എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വരും. അതായത് ഈ കൺസിഡറേഷൻ വിശദീകരിക്കേണ്ടി വരും, സർട്ടനിറ്റി കൺസിഡറേഷൻ, കപ്പാസിറ്റി, ഫ്രീ കൺസെന്റ് ഇത്യാദി കാര്യങ്ങൾ വിശദമാക്കിയാൽ അത് എസ്സേ ആയിക്കോളും. അത് നമ്മൾ അതിൻ്റെ ചാപ്റ്റർ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഇപ്പോൾ ഇത് 9 പോയിന്റും ഹൃദിസ്ഥമാക്കുക, മാർക്ക് കിട്ടും, നന്നായിട്ട് പരീക്ഷ എഴുതാനും പറ്റും. ഓക്കെ, ഇന്നത്തെ പോർഷൻ തീർന്നു. നന്ദി, നമസ്കാരം. ആൻഡ് യു ഹാവ് ടു സബ്സ്ക്രൈബ് അവർ യൂട്യൂബ് ചാനൽ ആൻഡ് ആൾസോ ഷെയർ. ഓക്കെ, താങ്ക് യു.